ഹലോ ഗൈസ്, ഇന്ന് രാവിലെ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടായിരുന്നു ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ പുട്ട് ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ ചേട്ടൻ പറഞ്ഞ് മഷ്റൂം ഇരിക്കില്ല, ഒരു മഷ്റൂം മസാല ഉണ്ടാക്കിയാൽ മതി എനിക്ക് പുട്ടിനോടൊന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തോന്ന് കോമ്പിനേഷനാണ്. എന്നാലും നോക്കിയില്ല. ഞാൻ ഇരുന്ന മഷ്റൂമൊക്കെ ഇത്തിരി കട്ട് ചെയ്തൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ച് ഒരു പാൻ എടുത്ത് അങ്ങ് ചൂടാക്കി. അപ്പോൾ ആ ചൂടാക്കിയ സമയത്ത് തന്നെ ഞാൻ എന്തെന്നാ ഒരു ഇച്ചിരി ബട്ടർ കട്ട് ചെയ്തെടുത്ത് ആ പാനിൻ്റെ ഇത്രേ എടുത്തോളൂ കേട്ടോ, ഇത്ര ബട്ടർ ആവശ്യമുള്ള ആ ചൂടായി നിന്ന പാനിലോട്ട് ആ ഒരു ബട്ടറിൻ്റെ പീസ് എടുത്ത് ഇട്ട് കൊടുത്ത്. അപ്പോൾ ഈ ബട്ടറൊക്കെ അങ്ങോട്ട് ഉരുവി അങ്ങോട്ട് ചേർന്ന സമയത്ത് ഞാൻ കഴുകി വൃത്തിയാക്കി ചെറിയ പീസുകളാക്കി വെച്ചിരുന്ന മഷ്റൂമിൻ്റെ കഷ്ണങ്ങൾ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഇത് സംഭവം എന്ന് വെച്ചാൽ നല്ല ബ്രൗൺ നിറത്തിൽ നമുക്ക് കിട്ടണം. അപ്പോൾ നന്നായി ഞാൻ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം, ഇതുപോലെ നന്നായി ഇളക്കി കൊടുക്കണം. അപ്പോൾ ആ സമയത്ത് തന്നെ എൻ്റെ ക്യാമറയിൽ പുക ഉണ്ടങ്ങ് മൂടി. പിന്നെ ഞാൻ ക്യാമറയൊക്കെ ഓഫ് ചെയ്തിട്ട് ഇച്ചിരി സവാളയും ടൊമാറ്റോയൊക്കെ കട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ഈ സവാളയും ടൊമാറ്റോയും കട്ട് ചെയ്ത് വെച്ച ശേഷം വീണ്ടും ഞാൻ പാൻ എടുത്ത് ഇതുപോലെ ഞാൻ ചൂടാക്കി അതിൽ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു. അതിനുശേഷം ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ സവാളയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം. ഇളക്കി ഒരു തരം ഈ സവാളയുടെ ആ ഒരു ഈർപ്പം, വെള്ളത്തിൻ്റെ ഒരു ഈർപ്പമില്ലേ, ആ ഈർപ്പമൊക്കെ പോകുന്നത് വരെ ഈ എണ്ണയൊക്കെ കിടന്ന് ഇച്ചിരി വഴറ്റി അവനെ അങ്ങ് എടുക്കണം. അപ്പോൾ ഈ ഒരു പാർട്ടിൽ തന്നെ ഞാൻ കുറച്ച് ജോലിയും കൂടെ ചെയ്ത് എൻ്റെ പുട്ടിന് കുഴച്ച് വെച്ചിട്ട് മാവൊക്കെ ഒന്ന് കുഴച്ച് വെക്കുകയും തേങ്ങയൊക്കെ ഒന്ന് തിരുവിയൊക്കെ വെച്ച് ഇപ്പുറത്തെ ഗ്യാസിലോട്ട് ഞാൻ അതിനുള്ള പ്രിപ്പറേഷനൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ആഡ് ചെയ്ത് പിന്നെ അത് ഇച്ചിരി എനിക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ പേസ്റ്റ് ആയിരുന്നു എൻ്റെ കയ്യിൽ. അത് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്ത് അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കിയെടുത്ത് അതിനുശേഷം ഇച്ചിരി മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് എരിവിനനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ, അവരോരോ എരിവിനനുസരിച്ച്. കാരണം എൻ്റെ മുളക് പൊടി ഇച്ചിരി നിറമൊക്കെ ഉള്ളതാണ്, പക്ഷേ എൻ്റെ ക്യാമറയിൽ ആ നിറം കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ അത് നന്നായി ഒന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുത്ത് അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ പുട്ടും കൂടി ഞാൻ നോക്കണുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായി ഒന്ന് ഇളക്കി ഇതുപോലെ കിട്ടണം. ഇതുപോലെ നമുക്ക് ഈ ഒരു നിറത്തിലും ബ്രൗൺ നിറത്തിൽ കിട്ടണം. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഇച്ചിരി ആറാനായിട്ട് മാറ്റി വെച്ചു. ആറിയ ശേഷം ഞാനിത്തിരി മിക്സിയിലോട്ട് അടിച്ചെടുത്ത ശേഷം ഇതുപോലെ അരച്ചെടുക്കണം മിക്സിയിലോട്ടിട്ട്. അതിനുശേഷം പാൻ എടുത്തു. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഇത് നല്ല കുക്കായിരിക്കുന്ന സംഭവമാണ് നമ്മുടെ മസാല. അപ്പോൾ വീണ്ടും ഞാൻ പാനിലോട്ട് ഇത് വീണ്ടും ഒന്ന് ഇച്ചിരി മസാല ഒന്ന് ഇച്ചിരി മൂക്കാൻ പാകത്തിനൊന്ന് ഇട്ട് കൊടുത്ത് മൂത്ത് വരാൻ സമയത്ത് നേരത്തെ നമ്മൾ വെച്ചിരിക്കുന്ന മഷ്റൂം അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ അതും ഒന്നിത്തിരി, അപ്പോൾ നമ്മുടെ ക്യാമറയിൽ എന്തോ ഒരു സംതിങ് പ്രോബ്ലം ആയതുകൊണ്ട് കുറച്ചൊന്ന് കട്ടായിപ്പോയി കേട്ടോ. പോട്ടെ. അപ്പോൾ ആ മഷ്റൂമൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തു. അപ്പോൾ അത് നല്ലതുപോലെ തിളച്ച് നന്നായി ഒന്ന് വേവട്ടെ. വെന്ത് കഴിഞ്ഞ് എൻ്റെ മഷ്റൂം മസാല ഓക്കെയാണ്. പക്ഷേ എൻ്റെ ക്യാമറയിൽ ആ നിറമൊന്നും കാണിക്കണില്ല കേട്ടോ. പക്ഷേ സംഭവം ഈ